ഗൈസ് മുറ്റത്തിറങ്ങി നോക്കുമ്പോൾ ഓറഞ്ചിന് തക്കാളിയിലുണ്ടായ വരവും പോലത്തെ ഒരു സാധനം. ഇതെന്താ നോക്കുമ്പോൾ ഇതെന്തൊരു പഴവർഗ്ഗമാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ഇത് എവിടെ നിന്നാണ് വീണെന്ന് ഇങ്ങനെ ആലോചിക്കുമ്പോഴാണ് മേലേക്ക് നോക്കുമ്പോൾ എന്താണ് ഇതെന്താണ് വീണത്, ഇതാണ് മരം. അപ്പോൾ ഇതെന്താ സാധനം എന്നറിയോ? ഇതിനെയാണ് എഗ് ഫ്രൂട്ട് എന്ന് പറയുക. അപ്പോൾ ഇതെന്തായാലും മുറിക്കാൻ എന്തൊരു കത്തി വേണം. പിന്നെ എൻ്റെ വിമാനം പോലെയാണ്, എൻ്റെ ബുദ്ധി വിമാനം പോലെ ആയതുകൊണ്ട് ഞാൻ ഇത്രയും വലിയ കത്തിയൊക്കെ എടുത്തിട്ട് വന്ന് ഒരൊറ്റ വിട്ട് മുറിഞ്ഞില്ല, കത്തിക്ക് മൂർച്ചയില്ല എന്നായിരുന്നു എൻ്റെ ഒരു സംശയം. പിന്നെ ഞാൻ എന്ത് ചെയ്തു, കല്ലിൽ വെച്ച് 2 കൊട്ട് കൊടുത്തപ്പോൾ ഇത് പൊളിഞ്ഞു. പിന്നെ ഞാൻ വിചാരിച്ചു ഇത് വലിയതാ പഴുത്തു എന്നൊക്കെ വിചാരിച്ചു. ഞാൻ പറഞ്ഞു ചേച്ചിയുടെ ബുദ്ധി വിമാനം പോലെ ആയതുകൊണ്ട് പച്ച എങ്ങനെയാണ് പഴുക്കുക. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും വീണ് കിടന്നാലേ അപ്പം നിങ്ങൾക്ക് കാണിച്ചിടാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് പൊളിച്ച് നോക്കിയത്. പൊളിക്കുമ്പോൾ ഇതാണ് സംഭവം. ഇത് തിന്നാനുള്ള പാകമൊന്നും ആവാത്തതുകൊണ്ട് തിന്നാൻ പറ്റില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, അതിൻ്റെ സീരെടുത്തു. സീഡ് കുറച്ച് മുറിഞ്ഞിട്ടൊക്കെ ഉണ്ട്, എന്നാലും വന്നാട്ടെ എന്ന് പറഞ്ഞ് പാവല്ലേ, അപ്പോൾ ഒരു പുതിയ ജീവൻ വെച്ചോട്ടെ എന്ന് പറഞ്ഞാൽ നന്മയുള്ള ലോകമേ എന്ന് പറഞ്ഞിട്ട് ഞാൻ കുഴിച്ചൊക്കെ ഇട്ടു. പിന്നെ വെറുതെ കുഴിച്ചിട്ടാൽ മാത്രം പോരാ, നമ്മൾ കുറച്ച് നനവും വെള്ളമൊക്കെ കൊടുക്കണം. അപ്പോൾ ഞാൻ വേഗം കൊണ്ടുപോയിട്ട് വെള്ളമൊക്കെ കൊടുത്തു. പാവം നന്നായി വരട്ടെ എന്നുള്ള വിചാരത്തിൽ. അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണണമെങ്കിൽ നിങ്ങളും കൂടെ പ്രാർത്ഥിക്കൂ കേട്ടോ, അത് വരാൻ വേണ്ടിയിട്ട് മുളച്ച് വരട്ടെ അത്. അപ്പം ഞാനിങ്ങനെ എനിക്കറിയില്ലല്ലോ അതിപ്പോൾ കുഴിച്ചിട്ട് ഏതോ സ്ഥലം അറിയാത്തതുകൊണ്ട് കുഴിച്ചിട്ട് ഭാഗം ഞാനത് മാർക്ക് ചെയ്ത് വെച്ചു, അല്ലെങ്കിൽ എനിക്ക് നാളെ നോക്കിയാൽ കാണാത്തതുകൊണ്ട് അറിയാത്തതുകൊണ്ട്. എന്നിട്ട് ഞാൻ കുറച്ച് വെള്ളമൊക്കെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തു, നന്നായി വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്താ അത്രേ ഉള്ളൂ. അപ്പോൾ ഒരു പുതിയ ചെടി നട്ടു ഗൈസ് ഞാൻ. ഇനി അത് മുളച്ച് വന്നാൽ ചെടിയാവുള്ളൂ, അത് വേറെ കാര്യം. മുളച്ച് വരുന്നുള്ള പ്രതീക്ഷയോടെ ഞാനതിനെ മുളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക. ബൈ.